നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലവട്ടത്താണി റോഡിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. 4.41 കിലോമീറ്റർ നീളം വരുന്ന റോഡാണ് 3.70 എം വീതിയിൽ റീടാർ ചെയ്യുന്നത്. ആവശ്യമുള്ള ഡ്രൈനേജും ചെറിയ പാലങ്ങളും പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 3,80,77,000 രൂപയാണ് എസ്റ്റിമേറ്റ് തുക. ഇതിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. ഇതുകൂടാതെ ആകെ തുകയുടെ 9% തുക 5 വർഷത്തെ മെയിന്റനൻസ് വിഹിതമായി സംസ്ഥാന ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഇതിന് ഇലക്ട്രിക് പോസ്റ്റുകൾ, പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കലിനാവശ്യമായ തുകയും സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം. 3,80,77,000 രൂപയിൽ 1,90,00,000 വരുന്ന തുക സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. 2019-20 വർഷത്തിൽ ജില്ലാ പഞ്ചായത്താണ് ഈ റോഡിന്റെ പേര് നൽകുന്നത്. അതിനുശേഷം ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയും നിരുത്തരവാദിത്വവും പദ്ധതി പ്രവർത്തനം സ്തംഭിക്കുന്നതിന് കാരണമായി. എന്നാൽ 2021-22 വർഷത്തിൽ മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായി നടപടികൾ ദ്രുതഗതിയിലാക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. നവീകരണ പ്രവൃത്തിയുടെ പുരോഗതി CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, LC സെക്രട്ടറി TK വിജയൻ, KA ഷംസു, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം KV ബാബു, VK സുന്ദു, K അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ച് വിലയിരുത്തി. മൊത്തം കൂട്ടിച്ചേർത്താൽ ഏതാണ്ട് പകുതി തുക സംസ്ഥാന ഗവൺമെൻറ്റും പകുതി തുക കേന്ദ്ര ഗവൺമെൻറ്റും ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കേണ്ടത്. 3,84,77,000 രൂപയാണ് ഇതിൻ്റെ അടങ്കൽ തുക. അതിന് പുറമെയായി ഈ അടങ്കൽ തുകയുടെ 9% 5 കൊല്ലക്കാലത്തെ മെയിൻ്റനൻസിനായി സംസ്ഥാന ഗവൺമെൻറ് അധികമായി മാറ്റിവെക്കണം. ആ നിലയിലാണ് ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പിയിൽ ജില്ലാതല അധ്യാപക കലാമേള സംഘടിപ്പിച്ചു. KSTA പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കലാമേള. യുവ സംവിധായകൻ ഫാസിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ അധ്യാപക കലോത്സവം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു കലോത്സവം. യുവ സംവിധായകൻ ഫാസിൽ റസാഖ് കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ അധ്യാപകർ തന്നെയാണ്. അതിങ്ങനെ ഒരു പ്രോഗ്രാമിൽ വന്നുകൊണ്ട് വെറുതെ ചുമ്മാ പറയുന്നതല്ല. ഓരോ പല പല സമയങ്ങളിൽ അവർ നമ്മുടെ വളർച്ചയിലൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അധികം പ്രസംഗിച്ച് ശീലമുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ അധ്യാപകരും ആർട്ടിസ്റ്റുകളാണ്. കാരണം അവർ ഓരോ ക്ലാസ്സിലും കയറി പെർഫോം ചെയ്യുന്ന ആളുകളാണ്. ആ പെർഫോമിനനുസരിച്ചിട്ടാണ് കുട്ടികളുടെ വളർച്ച. ആ രീതിയിൽ എനിക്ക് ഒരുപാട് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാസംഘം ചെയർമാൻ T ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി, സംസ്ഥാന പ്രസിഡന്റ് MA അരുൺകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് K അജില, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ഷാജു, P ബാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ ലോഗോ തയ്യാറാക്കിയ അബ്ദുൾ സമദ്, തടവ് സിനിമയിലെ IFFK ജനപ്രിയ ചിത്രത്തിലെ അഭിനേത്രി ബീന R ചന്ദ്രൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് അധ്യാപകരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറി. യുവമോർച്ച പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദ ജയന്തിയോടും ദേശീയ യുവജന ദിനത്തിന്റെയും ഭാഗമായാണ് യുവമോർച്ച പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിപിൻ വിജയ് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അനിൽകുമാർ, മുതുല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, ജനറൽ സെക്രട്ടറി അനിൽ അമ്മന്നൂർ, മുനിസിപ്പൽ സെക്രട്ടറി രാജ്കുമാർ, പ്രമോദ്, NK രജിൻ കൃഷ്ണ, ജിനേഷ് വള്ളൂർ, ലിജിത്, വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. VMC മുതുല ജേതാക്കളായി. യുണൈറ്റഡ് ആലിക്കപ്പറമ്പാണ് റണ്ണേഴ്സ് അപ്പ്. യുണൈറ്റഡ് ആലിപ്പറമ്പിനെയാണ് VMC മുതുല പരാജയപ്പെടുത്തിയത്.
ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 21-നാണ് പ്രസിദ്ധമായ കടവല്ലൂർ ഏകാദശി. ശനിയാഴ്ച വൈകിട്ട് കടവല്ലൂർ കമ്മാള സമുദായത്തിന്റെ ദീപക്കാഴ്ചയോടെയാണ് ഏകാദശി വിളക്ക് ആരംഭിച്ചത്. ആയിരക്കണക്കിന് ചിരാതുകളിൽ ദീപം തെളിയിച്ച് ക്ഷേത്ര പരിസരം ശോഭനമാക്കി. ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ വിശേഷാൽ പൂജകൾ, മേളത്തോടെയുള്ള ശീവേലി, ഉദയാസ്തമന പൂജ, വിവിധ ദേശക്കാരുടെ ഏകാദശി വിളക്ക് എന്നിവയും കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശി സംഗീതോത്സവം 19-ന് വൈകിട്ട് 5:30-ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത് അധ്യക്ഷത വഹിക്കും. ഏകാദശി ദിവസം 8:30-ന് നടത്തുന്ന ശീവേലിക്ക് കടവല്ലൂർ മോഹനൻ മാരാരുടെ നേതൃത്വത്തിൽ മേളവും, ഉച്ചയ്ക്ക് 1:30-ന് 3 ആനകളുടെ അകമ്പടിയോടെ നടത്തുന്ന കാഴ്ച ശീവേലിക്ക് ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവർ നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യവും, വൈകിട്ട് 6:30-ന് കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചമദ്ദള കേളിയും ഉണ്ടാകും. ജനുവരി 22-ന് നടത്തുന്ന ദ്വാദശി വേലയോടെയാണ് ഏകാദശി ആഘോഷങ്ങൾ സമാപിക്കുക. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ശുഗപുരം കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 21-ന് നടക്കുന്ന താലപ്പൊലി സുരക്ഷിതമായി ആഘോഷിക്കുന്നതിനുള്ള മാർഗരേഖകളുമായി പോലീസും ആരോഗ്യവകുപ്പും. ക്ഷേത്രത്തിലെത്തുന്ന വരവു കമ്മിറ്റിക്കാർ, കച്ചവടക്കാർ, വോളണ്ടിയർമാർ, ഭക്തജനങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും പോലീസും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനങ്ങൾ. ക്ഷേത്രാചാരപ്രകാരം വരവു കാഴ്ചകളൊന്നും നടപ്പുരയിൽ കയറാതെ ദേവി ദർശനം നടത്തണം. കമ്മിറ്റി നൽകുന്ന സമയക്രമം പാലിച്ച് രാത്രി 9 മണിക്ക് മുൻപ് എല്ലാ വരവു കമ്മിറ്റികളും ക്ഷേത്രമുറ്റം വിടണം. ഗതാഗത തടസ്സം ഉണ്ടാക്കും വിധം റോഡുകളിൽ കച്ചവടം അനുവദിക്കില്ല. ആംബുലൻസ്, അഗ്നിരക്ഷാസേന എന്നിവയുടെ സേവനം ഉറപ്പാക്കും. വെടിക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി ചുറ്റും ബാരിക്കേഡുകൾ സ്ഥാപിക്കും. ക്ഷേത്രത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കിണറുകളെല്ലാം സൂപ്പർ ക്ലോറിനേഷൻ നടത്തും. അത്തരം കിണറുകളിലെ ജലം മാത്രമേ ഉപയോഗിക്കാൻ അനുവദിക്കൂ. ഉത്സവ ദിവസം ഉച്ചയ്ക്ക് 2 മുതൽ എടപ്പാളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് ഇൻസ്പെക്ടർ ബഷീർ ചിറക്കൽ അറിയിച്ചു. വട്ടംകുളം, എടപ്പാൾ മേഖലയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണമായിരിക്കും. സംസ്ഥാന പാതയിലൂടെ വരുന്ന ബസ്സുകൾ ടൗണിൽ പ്രവേശിക്കാതെ മേൽപ്പാലം വഴി പോകണം. പട്ടാമ്പി റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ വട്ടംകുളത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസ് വഴിയും കുറ്റിപ്പാല വഴിയും നടുവട്ടം എത്തി തൃശൂർ റോഡിലേക്ക് പോകണം. പൊന്നാനിക്കുള്ളവ നടുവട്ടത്ത് നിന്ന് അയിലക്കാട്, അംശക്കച്ചേരി വഴിയും കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ളവർ എടപ്പാൾ, മേൽപ്പാലം വഴിയും പോകേണ്ടതാണ്. പൊന്നാനിയിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്കുള്ള വാഹനങ്ങളും ഇതേ റൂട്ടിൽ വട്ടംകുളം എത്തി പോകണം. പൊന്നാനിയിൽ നിന്ന് കുറ്റിപ്പുറം, തൃശൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ല. ചങ്ങരംകുളം SI മുഹമ്മദ് ഷെഫീഖ് അധ്യക്ഷനായി. ASI ശിവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് അയ്യാപ്പിൽ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ വേലായുധൻ നായർ, വിശ്വനാഥൻ, KN ഉദയൻ, നാരായണൻ, മോഹൻദാസ്, N ചന്ദ്രബോസ്, ചങ്ങരംകുളം പോലീസ് വോളണ്ടിയർ സലാം, വിവിധ വരവ് കമ്മിറ്റി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. വരവൂർ ഗ്രാമപഞ്ചായത്ത് വിമുക്ത ഭടന്മാരുടെ കുടുംബസംഗമം വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്നു. മാധവൻ നമ്പ്യാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സംഗമം സംഘടനാ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ശങ്കരൻ നായർ, MS കുട്ടി, സേതു മാധവൻ, ഗോപാലൻ നായർ എന്നിവരെ ആദരിച്ചു. സംഘടനാ പ്രസിഡന്റ് ചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് രാമൻകുട്ടി, ട്രഷറർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മറ്റ് സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഉത്സവാഘോഷങ്ങൾക്കായി ഒരുങ്ങി. ജനുവരി 15 മുതൽ 22 വരെയാണ് ഉത്സവാഘോഷം. പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ജനുവരി 15 മുതൽ 22 വരെയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ഉത്സവാഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ക്ഷേത്ര തന്ത്രിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. ജനുവരി 15-ന് തിങ്കളാഴ്ച വൈകുന്നേരം 5:30-ന് ഉത്സവാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ചാരിറ്റി സഹായ വിതരണം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മറ്റു ജനപ്രതിനിധികളും മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. രാത്രി 8 മണിക്കാണ് ഉത്സവ കൊടിയേറ്റം. ക്ഷേത്ര തന്ത്രിമാരായ ശ്രീധരൻ ചുമരത്ത് മനക്കൽ, ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെയും കാലടി പടിഞ്ഞാറടുത്ത് മനക്കൽ ശങ്കരുണി നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ കൊടിയേറ്റം നടക്കുക. തുടർന്ന് നൃത്തങ്ങളും അരങ്ങേറും. ഉത്സവ നാളുകളിൽ കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്തോത്സവം, ഭക്തിഗാനാർച്ചന, ഭക്തി പ്രഭാഷണം, നൃത്തശില്പം, ഓട്ടംതുള്ളൽ, കഥകളി, സർവേശ്വര പൂജ, ചാക്യാർകൂത്ത്, അക്ഷരശ്ലോക സദസ്സ്, മാജിക്, കോലാട്ട നൃത്തം, ഭക്തിഗാനസുധ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ നിറക്കൽ ചടങ്ങ് എന്നുള്ള കണക്ക് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ വെച്ച് മറ്റ് നമ്മൾ ചാരിറ്റി രംഗത്ത് കൂടി ക്ഷേത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ധനസഹായ വിതരണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ആണ് അത് നിർവഹിക്കുന്നത്. എല്ലാ മേഖലകളിലും ക്ഷേത്ര കാര്യങ്ങളോടൊപ്പം തന്നെ
സാംസ്കാരിക കാര്യങ്ങളിലും ഒക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം ട്രസ്റ്റി ബോർഡ് എന്നുള്ള നിലക്ക് ദേവസ്വം എന്നുള്ള നിലക്കൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഒട്ടനവധി പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങൾ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ ആളുകൾ പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് നടക്കുന്ന പ്രസാദ ഊട്ടിലൊക്കെ തന്നെ 2000-2500 പേര് പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെയുള്ള ഒരുക്കങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉത്സവ ബലി ദിവസം പ്രത്യേക ഒരു പ്രസാദം തന്നെയാണ് ഉച്ചയ്ക്ക് നൽകുന്നത്. കഞ്ഞി പുഴുക്ക് തുടങ്ങിയ പ്രസാദം നൽകുന്നത് ഏകദേശം 3500ഓളം പേരിൽ പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ജനുവരി 22 വൈകുന്നേരം 5:30 ആറാട്ടിന് പുറപ്പെടും. തുടർന്ന് ഭാരതപ്പുഴയിൽ ആറാട്ടുകടവിൽ ആറാട്ടും നടക്കും. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ കലവറ നിറക്കൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി കലവറ നിറക്കലിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പ്രസാദകൂട്ടം നടത്തുന്നുണ്ട്. പ്രതിദിനം 3000ഓളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ക്ഷേത്ര മാനേജർ കെ രാമകൃഷ്ണനും ചെയർമാൻ വേണുഗോപാലനും പറഞ്ഞു. താന്ത്രിക കർമ്മങ്ങൾ ഉൾപ്പെടെ പുറമെ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും പ്രസാദകൂട്ടിലും എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും നാട്ടുകാരും സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹകരിക്കണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുക. ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള താന്ത്രിക ചടങ്ങുകൾക്കപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെയും നാടിൻ്റെയും ഒരു സാംസ്കാരിക കൂട്ടായ്മ കൂടിയാണ്. അതോടൊപ്പം തന്നെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് കൂടി ഒരു ചുവടുവെപ്പ് നടത്തുകയാണ്. ക്ഷേത്രങ്ങൾ നമുക്കറിയാം, ആരാധനാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങളോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്തണമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് എന്നുള്ള രീതിയിലാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആക്ട് ആൻഡ് റൂള് ഒക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ധർമ്മപ്രവർത്തനം കൂടി ഈ വർഷം നമ്മുടെ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ്. ചാലിശ്ശേരി പെരുമണ്ണൂർ അമൃത കലശ ഹസ്തശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം തിങ്കളാഴ്ച നടക്കും. പുലർച്ചെ 5-ന് നട തുറക്കൽ, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടാകും. ക്ഷേത്രം മേൽശാന്തി ദൊണ്ടമന ജയരാജ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5-ന് നട തുറന്നതിനു ശേഷം പെരിങ്ങോട് വിജയന്റെയും കലാനിലയം വിഷ്ണുവിന്റെയും നേതൃത്വത്തിൽ മദ്ദളക്കേളിയും 6:45-ന് ദീപാരാധനയും മകരവിളക്ക് ദീപം തെളിയിക്കലും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. മലമൽക്കാവ് അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലി ഭക്തിസാന്ദ്രമായി. രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം കല്ലുവഴി മുരളി നമ്പീശൻ നയിച്ച മേളത്തോടെ എഴുന്നള്ളിപ്പുണ്ടായി. ഉച്ചയ്ക്ക് താലപ്പൊലിക്കുന്നിലേക്കും തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും നടന്നു. ദേവസ്വം എഴുന്നള്ളിപ്പ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചതോടെ വിവിധ നാട്ടു താലപ്പൊലി കമ്മിറ്റികളുടെ പരമ്പരാഗത കലാരൂപങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന വരവുകൾ ക്ഷേത്ര സന്നിധിയിലെത്തി വണങ്ങി. രാത്രി കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണമാരാരുടെ തായമ്പകയും ബാലയും അരങ്ങേറി. പുലർച്ചെ നടന്ന എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾക്ക് സമാപനമായി. തളി നടുവട്ടം കാഞ്ഞിരത്താണി മഖാം ആണ്ട് നേർച്ച ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ മൗലിദ് മജ്ലിസ്, തുടർന്ന് നേർച്ച ഭക്ഷണ കിറ്റ് വിതരണവും നടന്നു. വൈകിട്ട് ബുർദ മജ്ലിസ്, സ്വാദികലി ഫാള്ളി ഗൂഡല്ലൂർ, PTM ആനക്കര, മുഹമ്മദ് അലി സഖാഫി മുന്നിയൂർ, മുർഷിദ് സഖാഫി, മുർഷിദ് കാവന്നൂർ, SJM വടക്കാഞ്ചേരി റേഞ്ച് സെക്രട്ടറിമാരായ മുഹമ്മദ് കുട്ടി സഖാഫി പാറപ്പുറം, മൊയ്തീൻ കുട്ടി, മഹല്ല് ജോയിന്റ് സെക്രട്ടറി AC അബ്ദുൽ കരീം, മഹല്ല് ഫിനാൻസ് സെക്രട്ടറിമാരായ PM ഉമ്മർ ഹാജി, KA ഉമ്മർ, CM നൌഷാദ് എന്നിവർ സന്നിഹിതരായിരുന്നു. നടുവട്ടം മഹല്ല് ഖത്തീബ് ഉമർ സഖാഫി പ്രഭാഷണം നടത്തി. തളി നടുവട്ടം കാഞ്ഞിരത്താണി പാപ്പയുടെ ആണ്ട് നേർച്ച വളരെ സമുചിതമായി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹ സാഫല്യീകരണത്തിൻ്റെയും ഒരുപാട് വിശ്വാസികളുടെ സമൂഹത്തിലെ നാനാജാതി ആളുകളുടെയും ഒക്കെ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. ഇനി നവമാധ്യമ കാഴ്ച. നേരായ വഴിയിലൂടെ അല്ലാതെ കുറുക്കു വഴിയിലൂടെ വിജയം കൊയ്യാനാണ് ചിലർക്ക് താൽപര്യം. മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്താകും ഇക്കൂട്ടർ ഒന്നാമതെത്താൻ ശ്രമിക്കുക. കാണാം വെള്ളാറ്റഞ്ഞൂരിൽ നിന്ന് സാന്റോ നൽകിയ ദൃശ്യം. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.